ഞാൻ ഇവിടെ കാണിച്ചു തരാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് എങ്ങനെയാണോ വേണ്ടത് അങ്ങനെ തന്നെ ഇതിനെ കൊണ്ട് ചെയ്യിക്കാം എന്നാണ്. അത് തരുന്നതും കൊണ്ട് നമുക്ക് പോകണമെന്നൊരു നിർബന്ധമില്ല. ഹായ് ഓൾ, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കുറച്ച് അസസ്മെൻറ്റ് ടൂളുകളാണ് പരിചയപ്പെട്ടത്. ഈ വീഡിയോയിൽ നമുക്ക് കുറച്ച് എൻഗേജ്മെൻറ്റ്സ് ടൂൾ അല്ലേ, സ്റ്റുഡൻറ്റ് എൻഗേജ്മെൻറ്റ് ടൂൾസ് പരിചയപ്പെടാം. അപ്പോൾ ഒരുപാട് എൻഗേജ്മെൻറ്റ് ടൂൾസുകൾ അവൈലബിൾ ആണ്. അതായത് ഗെയിമിഫൈഡ് ലേണിങ്ങിനും അങ്ങനെ കൊളാബറേറ്റീവ് ആക്ടിവിറ്റീസിനൊക്കെ പറ്റിയ കുറേ ടൂളുകൾ അവൈലബിൾ ആണ്. അത് കുറച്ച് ലിസ്റ്റ് ചെയ്ത് നമുക്കൊന്ന് പറയും, അതിൽ ഒന്ന് രണ്ടെണ്ണം നമുക്ക് നോക്കുകയും ചെയ്യാം. അപ്പോൾ ആദ്യത്തെ ടൂള് കഹൂട്ട് വിത്ത് AI. അത് ഗെയിമിഫൈഡ് ലേണിങ്ങിനും ഒക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അത് ഗെയിമിഫൈഡ് ലേണിംഗ് മാത്രമല്ല, നമുക്ക് അസസ്മെൻറ്റ്സിനും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ അതിനെക്കുറിച്ചൊന്ന് പറഞ്ഞിരുന്നു. അതേപോലെ നിയർ പോഡ് കൊളാബറേറ്റീവ് ആക്ടിവിറ്റീസിന് നല്ലതാണ്. അപ്പോൾ ക്ലാസ് പോയിൻ്റ്, മെൻറ്റിമീറ്റർ, അങ്ങനത്തെ കുറേ ലിസ്റ്റുണ്ട്. പക്ഷേ അതിലെല്ലാം എനിക്ക് കുറച്ചും കൂടെ ഇഷ്ടം തോന്നിയ ഒരു ടൂളാണ് ജെമിനിയുടെ തന്നെ ക്യാൻവാസ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ. അപ്പോൾ അത് പലരും ശ്രദ്ധിക്കാതെ പോകുന്നത്. ഇപ്പോൾ ജെമിനി കുറേ ഫേമസ് ആണ് അല്ലേ, വീഡിയോസും ഫോട്ടോസും ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നതിൽ. അപ്പോൾ അതിനകത്ത് ഒരു ഓപ്ഷൻ ഉണ്ട്, ഈ ഇൻട്രാക്റ്റീവായിട്ട് നമുക്കൊരു ഗെയിമൊക്കെ ഉണ്ടാക്കിയെടുക്കാനും ക്യാൻവാസ് എന്ന് പറയുന്നൊരു ഓപ്ഷനുണ്ട്. അത് ക്ലിക്ക് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം, അതൊന്ന് ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കോഡുകളൊക്കെ വെച്ച് പല കാര്യങ്ങളും ജനറേറ്റ് ചെയ്യാം, ആപ്പ് പോലുള്ളതും ഗെയിം പോലുള്ളതും. അപ്പോൾ ഞാൻ ജസ്റ്റ് അത് എങ്ങനെ ചെയ്യാമെന്നൊന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നമ്മൾ നോർമൽ ജെമിനിയിൽ പോകുന്നു. ജെമിനി, ഗൂഗിളിൻ്റെ ജെമിനിയിൽ പോയിട്ട് നമുക്ക് അറിയാം പ്രോംപ്റ്റ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ വരും. പക്ഷേ നമ്മൾ ഇവിടെ ടൂൾ എന്നൊരു ഓപ്ഷനുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുന്നു. നമ്മൾ ഈ ജെമിനി ഉപയോഗിച്ചതിന് മുമ്പേ കഴിഞ്ഞ വീഡിയോയിൽ സ്റ്റോറി ബുക്കൊക്കെ ജനറേറ്റ് ചെയ്ത്. അപ്പോൾ ഇവിടെ ടൂൾ എന്നുള്ളതിൽ നമുക്ക് ക്യാൻവാസ് ആക്കി മാറ്റാം. അപ്പോൾ ഈ ക്യാൻവാസ് ആക്കി മാറ്റിയതിന് ശേഷം നമ്മളിനി പ്രോംപ്റ്റ് ചെയ്യുന്നു. ഇപ്പോൾ എന്തെങ്കിലും ഒരു ഗെയിം നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കിയാൽ, ഇപ്പോൾ എനിക്ക് വേണം മേക്ക് എ ഗെയിം ഫോർ ടീച്ചിങ് ബേസിക് അഡീഷൻ. അപ്പോൾ കൊച്ചുകുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതായിരിക്കും. അഡീഷൻ എന്നിട്ട് നമ്മൾ പറയുന്നു ഇഫ് ദ ആൻസർ ഈസ് കറക്റ്റ് പോപ്പ് എ കോൺഫിറ്റി if wrong play a sad sound. then എനിക്ക് ഒരു കോൺഫിറ്റിയും ഒരു ആൻഡ് എ ക്ലാപ്പ് സൗണ്ട്. അപ്പോൾ നമ്മൾ ബേസിക് ആയിട്ടൊരു പ്രോംപ്റ്റ് കൊടുത്തു. എന്നിട്ട് അപ്പോൾ ഉറപ്പായിട്ടും നമുക്കറിയാം ഇതിന് കോഡൊക്കെ ചെയ്യേണ്ടി വരും, ബാക്കി ഇതിൻ്റെ ഗെയിം ഡിസൈനിങ്ങും എല്ലാം ചെയ്യേണ്ടി വരും അല്ലേ. അപ്പോൾ ഇതെല്ലാം ജെമിനി തന്നെ ചെയ്തോളും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, പ്രോംപ്റ്റ് എൻ്റർ ചെയ്യുന്നു. പ്രോംപ്റ്റ് എൻ്റർ ചെയ്ത് റീഡ് ചെയ്യുമ്പോൾ കോഡ് ടൈപ്പ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ നമ്മൾ അതായത് നമ്മുടെ റിക്വയർമെൻറ്റിന് ആവശ്യമായിട്ടുള്ള ഗെയിം ഡെവലപ്പ് ചെയ്യുന്നു. കണ്ട എത്ര പെട്ടെന്ന് ഗെയിം ഡെവലപ്പ് ചെയ്ത് തന്നു. ഇനി ആൻസേഴ്സ് അത് വർക്ക് ചെയ്തു. അപ്പോൾ നമുക്കിപ്പം എല്ലായ്പ്പോഴും ഈ പറയുന്നതൊന്നും വർക്ക് ചെയ്യണമെന്നില്ല, ബഗ്സുകൾ വരാം. ഞാനത് കാണിക്കാൻ വേണ്ടി ഒരു ബഗ് ഉള്ളത് ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഞാൻ ഈ സെയിം ആണ് ചെയ്തത്, പക്ഷേ പല ബഗ്സും വന്നു. അപ്പം നമുക്ക് ബഗ് ഉണ്ടെന്ന് കാണിക്കും. ഇവിടെ ഒരു താഴെയായിട്ട് അതെന്ത് ബഗ്ഗാണെന്നും അത് ഫിക്സ് ചെയ്യാനുള്ളതൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് ഫിക്സ് ദ ബഗ്, നമുക്ക് കൂടുതലായിട്ടൊന്നും പറയാൻ അറിയത്തില്ലെങ്കിൽ ഫിക്സ് ദ ബഗ് എന്ന് പറഞ്ഞ് കൊടുക്കുക. അല്ലെങ്കിൽ എവിടെയാണോ നമുക്ക് അറിയാമെങ്കിൽ അവിടെ പോയി നമുക്ക് ക്ലിയർ ചെയ്യാം. അല്ലെങ്കിൽ ഫിക്സ് വർക്ക് നോട്ട് വർക്കിംഗ് എന്നൊക്കെ പറഞ്ഞ് വീണ്ടും നമുക്ക് എന്ത് ചെയ്യാം, പ്രോംപ്റ്റ് ചെയ്ത് ഇതിനെ ക്ലിയർ ചെയ്യാം. പക്ഷേ ഇവിടെ നമുക്ക് ലക്ലി ഒരൊറ്റ പ്രോംപ്റ്റിൽ തന്നെ ഒരു ഫുൾ ഗെയിമാണ് നമുക്ക് ഡെവലപ്പായി വന്നത്. ഇനി റോങ്.
അപ്പോൾ ഇനി നമുക്ക് ഇത് ടൈം കാണിക്കണം, അല്ലെങ്കിൽ ഇതിന് നമുക്കൊരു ടൈം കൊടുക്കണം, എത്ര സ്കോർ കാണിക്കണം, അങ്ങനെയൊക്കെയുള്ള ആവശ്യങ്ങൾ നമ്മൾ ഇനി ചാറ്റ് ചെയ്ത് കൊടുക്കുന്നു. പ്ലീസ് ഷോ ദ സ്കോർ. ചില സമയത്ത് നമ്മൾ ബഗ്സ് കുറയ്ക്കാൻ വേണ്ടി നമുക്ക് ഓരോരോ ഇൻസ്ട്രക്ഷനായിട്ട് കൊടുത്താലും കുഴപ്പമില്ല. അല്ലെങ്കിൽ നമ്മൾ ഫുള്ളായിട്ട് കൊടുത്തിട്ട് ബഗ്സ് വരുവാണെങ്കിൽ നമ്മൾ ഫിക്സ് ചെയ്താലും മതിയാവും. അപ്പോൾ ഇപ്പം ഇത്രയും നേരം നമുക്കിവിടെ ഒരു സ്കോർ ബോർഡ് ഇല്ലായിരുന്നു, ഇപ്പോൾ ഒരു സ്കോർ ബോർഡ് കൊണ്ടുവന്നു അല്ലേ. അപ്പോൾ നമുക്ക് ഇതുപോലൊരു ആപ്പ് അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ എത്ര ടൈം അല്ലെങ്കിൽ ഡെവലപ്പറുടെ ഒക്കെ സഹായം നമുക്ക് വേണ്ടതായിരുന്നു അല്ലേ. അപ്പോൾ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പർ ചെയ്യുന്നതും ഒരു ടീച്ചറിൻ്റെ ക്രിയേറ്റിവിറ്റിയും എല്ലാം കൂടെ ചേർന്ന് നമുക്ക് ഒരു ടോപ്പിക്കോ ഒരു കാര്യം പഠിപ്പിക്കാൻ വേണ്ടി ഇപ്പം ഇതുപോലുള്ള ഇൻട്രാക്റ്റീവ് ആക്ടിവിറ്റീസോ അല്ലെങ്കിൽ ഗെയിംസ് വരെ നമുക്ക് ഉണ്ടാക്കാം. ഇനി നമുക്ക് വേണം സ്നേക്ക് ആൻഡ് ലാഡർ ഉണ്ടാക്കണം ഈ ഒരു രീതിയിൽ, അല്ലെ ടിക് ടാക് ടോ ഉണ്ടാക്കണം, ഇതൊക്കെ നമ്മൾ പ്രോംപ്റ്റ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. പക്ഷേ ഇങ്ങനൊരു ഓപ്ഷൻ ഉള്ളത് പലരും ശ്രദ്ധിക്കാതെ പോകുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ഫ്രീ വെർഷനിൽ അവൈലബിൾ ആണ്. അതാണ് അടുത്ത അതിൻ്റെ ബ്യൂട്ടി എന്ന് പറയുന്നത്. അപ്പോൾ ഇനി നമുക്ക് സ്കോർ ബോർഡ് ഇവിടെ ആഡ് ചെയ്യും. ഇനി ഇൻ കേസ് ചില സമയത്ത് ആഡ് ആയിട്ടില്ല എങ്കിൽ നമ്മൾ പറയാം അത് ആ പോർഷൻ വർക്ക് ചെയ്യുന്നില്ല, അവിടെ ഒന്ന് ക്ലിയർ ചെയ്യണം എന്നൊക്കെ നമുക്ക് പറയാം. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, ശരിയായ ഉത്തരം കൊടുക്കുമ്പം ഈ കൺഫിറ്റി അത് വരുന്നത് നമ്മൾ പ്രോംപ്റ്റ് ചെയ്ത് കൊടുത്തതാണ്. നമ്മുടെ ഐഡിയ നമ്മൾ പറഞ്ഞു, പ്രോംപ്റ്റ് ഒന്നും കൂടെ ഒന്ന് നോക്കുക. ഞാൻ കൊടുത്ത പ്രോംപ്റ്റ് മേക്ക് എ ഗെയിം, അതൊരു ബേസിക് പ്രോംപ്റ്റ് ആയിരുന്നു. മേക്ക് എ ഗെയിം ഫോർ ടീച്ചിങ് ബേസിക് അഡീഷൻ, ഇഫ് ദ ആൻസർ ഈസ് കറക്റ്റ് പോപ്പ് എ കോൺഫിറ്റി ആൻഡ് എ ക്ലാപ്പ് സൗണ്ട് എന്ന് കൊടുത്തു. ഗ്രാമറ്റിക്കലി പോലും നമ്മൾ ശരിയാണോ എന്ന് നോക്കിയില്ല, പക്ഷേ എൻ്റെ ആവശ്യങ്ങൾ ഞാൻ കൃത്യമായിട്ട് അതിന് മനസ്സിലാക്കി കൊടുത്തു. എന്നിട്ട് ആൻഡ് എ ക്ലാപ്പ് സൗണ്ട് എന്ന് പറഞ്ഞു. ഇഫ് റോങ് പ്ലേസ് സാഡ് മ്യൂസിക് എന്ന് പറഞ്ഞു. പക്ഷേ നമുക്കിവിടെ ക്ലാപ്പ് സൗണ്ട് അല്ല വന്നത് അല്ലേ. നീഡ് എ ക്ലാപ്പ് സൗണ്ട് വെൻ അല്ലെങ്കിൽ ഇഫ് ദ ആൻസർ ഈസ് കറക്റ്റ്. അപ്പോൾ എനിക്ക് ആ ക്ലാപ്പ് സൗണ്ട് ഇഷ്ടപ്പെട്ടില്ല, വീണ്ടും അതിന് പറയുകയാണ്. അപ്പം കോഡ് പോയി അതിനെ ചേഞ്ച് ചെയ്യും, ഗെയിമിനെ വീണ്ടും ഇത് ചെയ്യും. ഈ ഗെയിം നമുക്ക് ഇവിടെ വെച്ച് കളിക്കുക മാത്രമല്ലാതെ നമുക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷനുണ്ട്. അപ്പോഴും ക്ലാപ്പ് സൗണ്ട് ആയില്ല. നമുക്കപ്പോൾ വേണ്ട ക്ലാപ്പ് സൗണ്ട് എങ്ങനെയാണെന്നൊക്കെ നമുക്ക് ഡിസ്ക്രൈബ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ക്ലാപ്പ് സൗണ്ട് എന്ന് പറയുന്ന വേറൊരു രീതിയിലല്ലേ. നമുക്ക് വേണ്ടത് ഗ്രൂപ്പ് സൗണ്ട് ലൈക്ക് എ, ഞാൻ ഇവിടെ കാണിച്ചു തരാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് എങ്ങനെയാണോ വേണ്ടത് അങ്ങനെ തന്നെ ഇതിനെ കൊണ്ട് ചെയ്യിക്കാം എന്നാണ്. അത് തരുന്നതും കൊണ്ട് നമുക്ക് പോകണമെന്നൊരു നിർബന്ധമില്ല. നമ്മൾ പറഞ്ഞു സൗണ്ട് ലൈക്ക് എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ക്ലാപ്പിംഗ് ഇഫ് ആൻസർ ഈസ് കറക്റ്റ് എന്ന് പറഞ്ഞ് ഞാൻ വീണ്ടും അതിനെ മീൻസ് പ്രോംപ്റ്റ് ചെയ്തു. കാര്യം എനിക്ക് ആ ക്ലാപ്പ് സൗണ്ട് അല്ല വേണ്ടത്. അപ്പോൾ പറയുന്നു ഓഫ് കോഴ്സ് ഐ ക്യാൻ മോഡിഫൈ ദ ഗെയിം സോ ക്ലാപ്പ് സൗണ്ട് ലൈക്ക് എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ എന്നൊക്കെ പറഞ്ഞിട്ട് വന്നു. ചിലപ്പം അങ്ങനെയൊക്കെ പറഞ്ഞിട്ടത് തരണമെന്നുമില്ല, നമുക്കത് നോക്കാം. വീണ്ടും അതായില്ല, കോഡിൽ എറർ ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പം നമുക്കിതാ ഇവിടെ ഫിക്സ് എറർ എന്ന് പറഞ്ഞിട്ട് നമുക്ക് കൊടുക്കാം. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് വേണ്ടത് ഇതാക്കാം. അല്ലെങ്കിൽ ഒരൊറ്റ പ്രോംപ്റ്റിൽ തന്നെ നമുക്ക് വേണ്ടതൊക്കെ സിമ്പിളായിട്ട് കിട്ടാറുണ്ട്. നമ്മൾ ഒരുപാട് മോഡിഫൈ ചെയ്യാൻ നോക്കുമ്പോൾ ചിലപ്പം ആണ് അത് എറേഴ്സൊക്കെ കൂടുതലായിട്ട് കാണിക്കാറുള്ളത്. ഇനി സ്കോർ റീസെറ്റ് ചെയ്യാനുള്ള ബട്ടൺ നമ്മൾ ചോദിക്കാതെ തന്നെ തന്നു. ഇനി അതിൻ്റെ ഫുൾ സ്ക്രീൻ നമുക്കൊരു ഷെയർ ചെയ്യാനാണെങ്കിൽ ഷെയർ ചെയ്യാനുള്ള ഓപ്ഷൻ അവൈലബിൾ ആണ്. അതിൻ്റെ കോഡ് ഷെയർ ചെയ്യാനുള്ള ഓപ്ഷൻ, സ്റ്റുഡൻസിന് ഷെയർ ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ നമുക്കുണ്ട്. അവർക്ക് നമുക്ക് വേണ്ടതെന്തും ഇതുപോലെ ക്രിയേറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ഓപ്ഷൻ ഇങ്ങനെ അപ്പം നമുക്ക് ഒരു ആപ്പ് ഉണ്ടാക്കാൻ ഡെവലപ്പറൊന്നും ആവേണ്ടതില്ല.
കുട്ടികൾക്ക് വേണ്ട ആപ്പ് അപ്പോൾ തന്നെ ഉണ്ടാക്കി അവർക്ക് ആ ടോപ്പിക്ക് പഠിപ്പിക്കാൻ നമുക്ക് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയും മുമ്പിലോട്ടുള്ള ഒരു മീൻസ് ഫീൽഡിലാണ് നിൽക്കുന്നത്. അപ്പം നമുക്ക് മനസ്സിലായല്ലോ എത്ര മുൻപിലോട്ട് പോകാണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും ഇത് മീൻസ് ഓരോ ടൂളുകളും ഇമ്പ്രൂവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മാക്സിമം ടീച്ചർ എന്ന നിലയിൽ അല്ലെങ്കിൽ എഡ്യൂക്കേറ്റേഴ്സ് എന്ന നിലയിൽ നമ്മൾ ഇതിനെ യൂസ് ചെയ്യുക, ആ പഠിക്കുന്ന സാധനം ഇംപ്ലിമെൻറ്റ് ചെയ്യുക. അത് ആവശ്യമുള്ള മീൻസ് നമ്മൾ ഫൺ ആക്ടിവിറ്റീസിന് നമ്മൾ ഉപയോഗിക്കുന്നത് പോലെ നമുക്ക് ആവശ്യമുള്ള കാര്യത്തിന് അത് ഉപകാരപ്രദമാവുന്ന രീതിയിൽ ഉപയോഗിക്കാനും നമ്മൾ പഠിക്കുക എന്നുള്ളതാണ്. അപ്പോൾ സെലക്ട് ചെയ്ത കുറച്ച് ടൂളാണ്. അപ്പോൾ ഇത്രയും ടൂളുകൾ കൊണ്ട് ഒന്നും തീരുന്നില്ല, ഒരുപാട് ടൂളുകളുണ്ട്. അത് ഓരോ ടീച്ചറിൻ്റെയും സ്റ്റൈലിനും നമ്മുടെ ഉപയോഗത്തിനും അനുസരിച്ച് ഫൈൻഡ് ചെയ്യുകയും അത് യൂസ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു. നമുക്ക് അടുത്ത കുറച്ച് ടൂളുകളുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു ഓൾ.